ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സൗണ്ട് കോർ ലൈഫ് Q10 എന്ന ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ സൗണ്ട് കോർ ലൈഫ് Q10 എന്ന മോഡലിൻ്റെ റീറ്റെയിൽ പാക്കേജിങ്. അപ്പോൾ നമുക്ക് വേഗം ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പ് ജസ്റ്റ് നമുക്ക് ബോക്സിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സൗണ്ട് കോറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, 60 hour പ്ലേ ടൈം, പിന്നെ 5 minute ചാർജ് ഗീവ്സ് 5 hour പ്ലേ ടൈം, പിന്നെ USB-Cൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 40 mm ഡ്രൈവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 60 hours പ്ലേ ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ Bluetooth 5 സർട്ടിഫിക്കേഷനുണ്ട്. അപ്പോൾ എന്തൊക്കെ ബോക്സിനകത്ത് ഉണ്ടെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്ത്. ഇത്രയുമാണ് നമുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയ ലേബൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഓതൻറ്റിക് പ്രൊഡക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണിത്. നിങ്ങൾക്ക് ആങ്കറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ബോക്സ് കണ്ടൻസ്. അതിന് നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി തന്നെ കൊടുത്തിരിക്കുന്നത്. ആങ്കർ, പവേർഡ് ബൈ ആങ്കർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓക്സ് കേബിളും കൊടുത്തിട്ടുണ്ട് വിത്ത് ഗോൾഡ് പ്ലേറ്റഡ്. അതും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് പേപ്പർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ വലിയൊരു ബുക്കാണ്. സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കാം. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫീഡ്ബാക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡും കൊടുത്തിട്ടുണ്ട്, ഫീഡ്ബാക്ക് കാർഡ്. ഇത്രയുമാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് വരാം. ഇങ്ങനെയൊരു ഫ്രെയിമിലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നമുക്ക് പുറത്തെടുക്കാം. നല്ല ഹെവിയാണ് എന്തായാലും. ഇനി നമുക്ക് ഹെഡ്ഫോണിൻ്റെ റിവ്യൂവിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫോൾഡബിൾ ഡിസൈനാണ്. കണ്ടോ, വളരെ കോമ്പാക്റ്റാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ നല്ല, പെട്ടെന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകാനാണെങ്കിൽ ഈസി ആയിട്ടും കൊണ്ടുപോകാൻ പറ്റും. ബിൽഡ് ക്വാളിറ്റീനെ പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് ബാൻഡിലും കംപ്ലീറ്റ് ഫ്രെയിമും പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിംഗ് ആണ്. ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രം ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഇതിൻ്റെ ഹിഞ്ചാണ്. ഹിഞ്ച് നമുക്കൊരു മെറ്റൽ ഹിഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നു. 2 ഹിഞ്ചും മെറ്റൽ ഹിഞ്ചാണ്. ഈ പ്രൈസ് റേഞ്ചിൽ വിവിധ എല്ലാ ഹെഡ്ഫോൺസും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹിഞ്ചാണ് കൊടുക്കാറ്. ഇത് നമുക്കൊരു മെറ്റലിൻ്റെ ഹിഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഹെഡ്ഫോണിനുള്ളത്. നമുക്കിവിടെ പാഡഡ്
ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കളർ പറയുന്ന ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൗണ്ട് കോറിൻ്റെ ബ്രാൻഡിങ് കാണാം. നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് വരാം. ഇവിടെ നമുക്ക് USB Type-C കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ ഓൺ ബട്ടൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ ഒരു ബേസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിലുള്ള ബട്ടൺസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർ കപ്സിൽ ലെഫ്റ്റും റൈറ്റും എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഹെഡ്ഫോണിന് സൗണ്ട് കോർ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. നല്ലൊരു ബേസി സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്ഫോൺ തന്നെയാണ് സൗണ്ട് കോറിൻ്റെ ലൈഫ് ക്യൂട്ടൻ എന്ന മോഡൽ. ഇതിൽ നമുക്ക് ഹൈറസ് ഓഡിയോ ആസ്വദിക്കാൻ സാധിക്കും. വിത്ത് വയേർഡാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബേസ് അപ്പ് മോഡിനുള്ളൊരു ഡെഡിക്കേറ്റഡ് ബട്ടണും ഈ ഹെഡ്ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ 40mm ഡ്രൈവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബേസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമുക്ക് ഈ ഇയർഫോണിൻ്റെ ഇയർ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയാം. ഇതൊരു ഓവർ ദ ഇയർ ഹെഡ്ഫോണാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കുറച്ച് ബൾക്കിയായിട്ട് തോന്നും. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചെവിയുടെ ഭാഗം ഫുള്ളായി ഇതിനകത്ത് കയറിയിരിക്കുന്ന എന്നൊരു കംപ്ലീറ്റ് ഫിറ്റ് തരുന്നൊരു ഹെഡ്ഫോണാണിത്. വളരെ കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ലോങ് അവേഴ്സ് വെയർ ചെയ്യാനായാലും നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഇയർ കപ്സ് ആയാലും വളരെ സോഫ്റ്റാണ്. ഉണ്ടല്ലേ, വളരെ സോഫ്റ്റ് ഇയർ കപ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറച്ചൊരു ഹെവി ഹെഡ്ഫോണാണ്. നിങ്ങൾ മുൻപ് ഒരു വയേർഡ് ഹെഡ്ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ നിങ്ങൾക്കൊരു ഹെവിനെസ് തോന്നും. കുറച്ച് ഹെവിയാണ് ഈ ഹെഡ്ഫോൺ. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് സപ്പോർട്ട് ഓക്കെ ആണെന്ന് പറയാം. അത്രയ്ക്കും സോഫ്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇത് വളരെ പോർട്ടബിളുമാണ് ഇതിൻ്റെ ഡിസൈൻ. അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ചില ഹെഡ്ഫോൺസ് നമുക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അങ്ങനെയല്ല, നമുക്ക് നന്നായി ഫോൾഡ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കൊടുത്തത്. അടുത്തതായി നമുക്ക് ബാറ്ററിയെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു ഹെഡ്ഫോണിന് നമുക്ക് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് 60 hours ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ തരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം 1 മന്തായി. ഇതുവരെ ആകൂടി ഞാൻ ഒരു പ്രാവശ്യമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ബാറ്ററി ലൈഫ് തരുന്നതാണ്. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. 5 minutes ചാർജ് ചെയ്താൽ തന്നെ 5 hours പ്ലേ ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഹെഡ്ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 മണിക്കൂറാണ്. സൗണ്ട് കോർ ഈ ഹെഡ്ഫോണിന് കൊടുത്തിരിക്കുന്നത് ഒരു 680 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഇനി നമുക്ക് കണക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഒരു ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ലേറ്റസ്റ്റ് അല്ലെങ്കിലും ബ്ലൂടൂത്ത് 5 കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ 2 കോഡക്ക് സപ്പോർട്ട് ചെയ്യും. AACM SBCM എന്ന 2 കോഡക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ ഒരു ഓക്സ് സപ്പോർട്ട്. ഇത് ഞാൻ കുറേ തപ്പി നടന്നു. എന്തായാലും ഈ ഒരു ഹെഡ്ഫോൺ എന്തായാലും കിട്ടി, വളരെ സന്തോഷം. എന്തായാലും JBL സോണി എന്ന ഹെഡ്ഫോണുകളൊന്നും ഞാൻ നോക്കിയതാണ്, പക്ഷെ അതിലൊന്നും ഈ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടിയില്ല. എന്തായാലും ഇതിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എങ്ങാനും ബാറ്ററി ഡ്രെയിനായി പോവുകയാണ്, നിങ്ങൾക്ക് ഓക്സ് കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ഈ ഹെഡ്ഫോൺ പ്ലേ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്കൊരു മൈക്കിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കോൾസ് അറ്റൻഡ് ചെയ്യാനായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗണ്ട് കോർ ലൈഫ് ക്യൂട്ടൻ എന്ന ഹെഡ്ഫോണിൻ്റെ മൈക്രോഫോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുക എത്രത്തോളമാണ് ഇതിൻ്റെ
മൈക്രോഫോൺ ക്വാളിറ്റി എന്ന് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫാൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം എങ്ങനെയുണ്ടെന്നൊക്കെ. ഈ ഒരു ഹെഡ്ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് വെച്ചാൽ ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ഗ്രേ കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാതും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. കൂടുതൽ നല്ലത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അതിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സെയിൽ കിട്ടുന്നതാണ്. ഞാൻ ഈ ഹെഡ്ഫോൺ വാങ്ങിച്ചത് 2000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് സെയിലിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു 1799 രൂപ വരെ ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ്ഫോൺസ് തന്നെയാണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ പോവുകയാണ്. ഈ ഒരു ഹെഡ്ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോസും കോൺസും. അപ്പോൾ നമുക്ക് പ്രോസ് തൊട്ട് തുടങ്ങാം. എനിക്ക് ആദ്യം തന്നെ ഈ ഒരു ഹെഡ്ഫോണിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഓവർ ദി ഇയർ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു പാക്കേജായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വേറൊരു ഹെഡ്ഫോണിലും നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു പാക്കേജ് കിട്ടുന്നില്ല. പിന്നെ ഈ ഹെഡ്ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത് നല്ല രീതിയിൽ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഹെഡ്ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഒറ്റൊരു ഇയർഫോണിൽ പോലെ ഇത്രയധികം കിട്ടില്ല ബാറ്ററി ലൈഫ്. 60 hours ബാറ്ററി ലൈഫാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് പോരായ്മയായിട്ട് തോന്നിയത് ഈ ഹെഡ്ഫോണിൽ സാധാരണ ഒരു ഹെഡ്ഫോണിനെ അപേക്ഷിച്ച്, വയേർഡ് ഹെഡ്ഫോണിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ഹെവിയാണ്. പിന്നെ ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഹെഡ് ബാൻഡ് കുറച്ചൊരു ഹാർഡാണ്. എന്നാലും ഭയങ്കര സോഫ്റ്റായിട്ടൊരു മെറ്റീരിയൽ അല്ല. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വലിയൊരു ഡീൽ ബ്രേക്കറായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ട് മാത്രമാണ് എനിക്കിതിൽ പോരായ്മയായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.